ആളുകൾക്കൊരു വിശ്വാസം എന്ന് പറയുന്ന സാധനമാണ്. എല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പോൾ അത് എന്തുകൊണ്ട് സാഹചര്യം കൊണ്ടാവാം, ആദ്യം അലോപ്പതി, അതിനുശേഷമാണ് മറ്റ് ചികിത്സാ രീതികൾ ഒരു നോക്കുന്നുള്ളൂ. ഇപ്പോഴും ഒരു ഇങ്ങനൊരു പ്രശ്നം ആദ്യമായി കാണിക്കുമ്പോൾ, എന്ത് പ്രശ്നമായിക്കോട്ടെ ആദ്യമായി കാണിക്കുമ്പോൾ ഒരു 90% ആൾക്കാർ ആദ്യം പോകുന്ന അലോപ്പതിയിലേക്കാണ്. അലോപ്പതിയെ വിശ്വസിക്കരുതെന്നല്ല പറയുന്നത്, അതും ഒരു ചികിത്സാ രീതിയാണ്. പക്ഷേ ഒരു വിശ്വാസം ആയുർവേദത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക്. അതെന്തുകൊണ്ടായിരിക്കും? അതല്ല, ഇപ്പോൾ കഷായങ്ങളും മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെതായ പഥ്യങ്ങളും ചിട്ടകളൊക്കെ ഉണ്ട്. അതാകുമ്പോൾ നമുക്കൊരു ഗുളിക എടുത്ത് കഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് തീർന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം IVF പോലും കഴിഞ്ഞ ആളുകളെ എന്നിലേക്ക് വന്നാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോപ്പതിയുടെ ഏറ്റവും അവസാനത്തെ ചികിത്സയാണ് IVF. അത് കഴിഞ്ഞാൽ അടിവരയിട്ടു. അത് അടിവരയിട്ട ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ പിന്നെ ഞാൻ പറയുന്ന പോലെ കേട്ടോളും. അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തു, അവർക്ക് IVF ചെയ്താൽ പെട്ടെന്ന് കുഞ്ഞാവും എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. അതിന് 3 ലക്ഷം 4 ലക്ഷം ആ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ചെലവാക്കുന്നുണ്ട്. അത് 4-5 തവണ പരാജയപ്പെട്ടിട്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് നമ്മൾ പറയുന്ന അതേ രീതിയിൽ മരുന്ന് കഴിച്ച് പെട്ടെന്ന് സക്സസ് ആവും. കാരണം അവരുടെ എല്ലാം അങ്ങോട്ടുള്ള നോട്ടം നിന്നല്ലോ. പിന്നെ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ഈ ചികിത്സയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോളും അവർ.